കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സഫല ഏകാദശിയുടെ വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിരുന്നു. പുതുതായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെന്ന് തോന്നുന്നു. ധാരാളം സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. അതായത് ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് ഭഗവാന്റെ അപാരമായ കാരുണ്യം നമുക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മുടെ ശരീരത്തെ അമിതമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇങ്ങനെയുള്ള വ്രതങ്ങളെല്ലാം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നമ്മുടെ ശരീരത്തിന് വലിയ ആശ്വാസവും ഉണ്ടാകണം. അല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് എടുക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ഏകാദശി പോലെയുള്ള വ്രതങ്ങളൊക്കെ. ഉപവാസം, അതായത് ഭഗവാന്റെ കൂടെ വസിക്കുന്നു. അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതല്ല, ഭഗവാന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് പലപ്പോഴും നമ്മൾ നോൺ വെജ് അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കും. വളരെ സ്വാത്വികമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കും. ചിലപ്പോൾ ഒരു നേരം മാത്രം ഭക്ഷിച്ചിട്ട് ബാക്കി സമയങ്ങളൊക്കെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് എന്നും നമ്മൾ ചെയ്തു പോകുന്ന ചില രാക്ഷസീയമായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതായത് 365 ദിവസവും നിരന്തരം വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ആള് ഒരു ദിവസം, അല്ലെങ്കിൽ 364 ദിവസവും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ആള് ഒരു ദിവസം ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതെ നാമം ജപിച്ചിരിക്കുന്നു. അതാണ് ആ സ്വഭാവത്തിൻ്റെ വ്യത്യാസം. ആ ഒരു വ്യത്യാസം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ജീവിത ക്രമത്തിൽ വരുത്തി ഭഗവാന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് താമസിക്കുമ്പോൾ നമുക്ക് ധാരാളം അസുഖങ്ങളുണ്ട്. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കുന്നതിൻ്റെ മുമ്പും ശേഷവും ഒക്കെ ആഹാരം കഴിക്കേണ്ടെന്ന ആവശ്യവും കാണും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലർക്ക് ഉച്ചയ്ക്ക് അല്പസമയം ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ അവരുടെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അസുഖങ്ങളൊന്നും ആയിരിക്കുകയില്ല ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നു, അല്പസമയം ഉച്ചയ്ക്ക് ഉറങ്ങണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നില്ല, എനിക്ക് ഇത്തരത്തിലുള്ള വ്രതങ്ങളൊന്നും എടുക്കുവാൻ എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഏകാദശി വ്രതം എടുക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മനുഷ്യൻ്റെ തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ. കാരണം പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, ക്ഷേത്രത്തിൽ പോയി ഒന്ന് ഭഗവാനെ കണ്ട് തൊഴാൻ പോലും ഉണ്ടായിരുന്ന ഒരു അവസ്ഥ പോലും, അതിനുള്ള ഒരു സാഹചര്യം പോലും നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി നമുക്ക് തന്നിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് വ്യത്യാസം വന്നു. സ്ത്രീകൾ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പരിഷ്കാരങ്ങൾ നമ്മുടെ ഇടയിലും ഉണ്ടായി. അതോടുകൂടിയാണ് ശരിക്കും ഭാഗവതത്തിലും രാമായണത്തിലുമൊക്കെ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്, ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, വേദങ്ങളും ഉപനിഷത്തുകളും എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ വായിച്ചു മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന്, അവരവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് നമ്മളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഉദാഹരണമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. അസുഖമുള്ള ഒരാളാണ്, നമുക്ക് ഒരു കമൻറ്റ് വന്നതാണ്, അതായത് ഷുഗർ പേഷ്യൻ്റ് ആണ്, അവരെന്താ ചെയ്യേണ്ടത്?
അവര് ദശമി ദിവസം, അതായത് ഏകാദശിയുടെ തലേ ദിവസം അവർ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുക. അവർക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. അതിനുശേഷം അവർ സാധാരണ പോലെ രാവിലെ കുളിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് നാമം ജപിച്ച് അന്നത്തെ ദിവസം അവർ നോൺ വെജൊക്കെ ഒഴിവാക്കി രാവിലെ അരി കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കി എന്തെങ്കിലും ഗോതമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ ഒക്കെ കഴിച്ചിട്ട് അവരവരുടെ ആ സ്ഥിതിക്കനുസരിച്ചിട്ട് ഇരിക്കുക. ഉപ്പുമാവോ ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുക. കഴിയുന്നതും ഉള്ളിയും വെളുത്തുള്ളിയും അത് ഉപയോഗിക്കാതിരിക്കുക. നോൺ വെജ് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് ചോറുണ്ണുക. എന്തെങ്കിലും വളരെ ലഘുവായി എന്തെങ്കിലും ചമ്മന്തിയോ മോരോ എന്തെങ്കിലും കൂട്ടി കഴിക്കുക. അതിലും ഉള്ളിയൊന്നും ചേർക്കാതിരിക്കുക. അതുപോലെ തന്നെ അത്താഴവും അരി കൊണ്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ കഴിച്ചിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. സാധാരണ പ്രാർത്ഥിക്കുന്നതിലും കൂടുതലായി അല്പസമയം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകാദശി ദിവസം ഇതേപോലെ തന്നെ അന്നത്തെ ദിവസം രാവിലെ ഒന്ന് കുളിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ കുളിക്കുക, നാമം ജപിക്കുക. അല്ലെങ്കിൽ കുളിച്ച ഉടനെ തന്നെ, ഇപ്പൊ രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, സുഖമില്ല, വയ്യാത്ത ആളാണ്, രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് കുളിച്ചതിന് ശേഷം അല്പം വെള്ളം കുടിച്ചിട്ട് മതിയെങ്കിൽ പോലും, എന്നാൽ പോലും അല്പം ഒരു വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തല കറങ്ങും, മരുന്ന് കഴിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മരുന്നും വെള്ളവും ഒന്ന് കുടിച്ചിട്ട് നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കാം. ജപിച്ച് പിന്നീട് നിങ്ങൾക്ക് എന്ത് കഴിക്കാം? എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും രാവിലെ കഴിക്കാം. അല്ലെങ്കിൽ ചൗവരി കിട്ടും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട്. ചൗവരി പാലിൽ കാച്ചി അല്പം പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. ഷുഗർ ഉള്ള ആളുകൾക്കാണെങ്കിൽ ചേർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അത് ഭഗവാൻ ഒന്ന് നൈവേദ്യമായിട്ട് സമർപ്പിച്ചിട്ട് അത് കഴിക്കാം. അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഇനി രാവിലെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പുഴുക്ക്, അതായത് നമ്മുടെ 2ാമത്തെ ചാനലായ കൗസ്തുഭത്തിൽ ഇട്ടിട്ടുണ്ട് ഏകാദശി പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ആ പുഴുക്കുണ്ടാക്കി അത് നമുക്ക് രാവിലെ കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ആ പുഴുക്ക്, പച്ചക്കറി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു പുഴുക്ക് അത് നമുക്ക് കഴിക്കാം. അതിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്കും കഴിക്കാം. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് എന്താണോ കഴിക്കേണ്ടത്, പുഴുക്ക് കഴിക്കാം. ഈ ചൊവ്വരി പാലിൽ കാച്ചി കുടിക്കണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എന്താണോ നമുക്ക് പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഇനി ഉച്ചയ്ക്ക് പകൽ അല്പസമയം ഏകാദശി ദിവസം ഉറങ്ങണം. എനിക്ക് അസുഖമാണ്, സുഖമില്ല, അല്പസമയം മയങ്ങിയില്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി നിങ്ങൾ ഉറങ്ങാതിരിക്കരുത്. ഏകാദശിയാണ്, ഉറങ്ങാൻ പറ്റില്ല എന്ന് കരുതരുത്. അല്പസമയം നമുക്ക് ഒന്ന് ഉറങ്ങാം. നമ്മുടെ അസുഖമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ശാരീരിക സ്ഥിതിയാണ് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ കൂടെ ഇരിക്കുക. പരമാവധി സമയം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ദുഷ്ടമനസ്സോടുകൂടി ആരെയൊക്കെയോ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഏകാദശി ദിവസം മുതൽ അന്നത്തെ ദിവസം രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഉപവസിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ പറ്റിയിട്ടുള്ള ചീത്ത ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ നശിച്ചു പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. മരുമോളോട് വഴക്കുണ്ടാക്കുന്നു, അമ്മായിയമ്മയെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരെ വഴക്ക് പറയുന്നു. ഇങ്ങനെ ഒരു കലുഷിതമായ മനസ്സോടു കൂടിയിരുന്ന് പട്ടിണി കിടന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ആചാര്യന്മാര് നമ്മളെ അതല്ല പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്രതക്രമത്തെ ശരിയാക്കുക. ഇങ്ങനെയാണ് എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആഹാരം ശുദ്ധിയായി കഴിച്ചുകൊണ്ട് ശുദ്ധ മനസ്സോടു കൂടിയിരുന്ന് നാമം ജപിച്ചുകൊണ്ട് കൃത്യമായി വ്രതങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അതിൻ്റെ ഐശ്വര്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകും. ചിലർ പറയും ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഭഗവാന്റെ വഴിപാടുകളൊന്നും കഴിച്ചുകൂടാ, ഭഗവാനെ പ്രാർത്ഥിച്ചുകൂടാ, നാമം ജപിച്ചുകൂടാ എന്നൊക്കെ പറയും. ഭയങ്കര ദോഷമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എപ്പോഴും ഇക്കാര്യം പറയുന്നതാണ്, എന്തായാലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാനിത് പറയും. എന്താണ്? ദ്രൗപദി, രജസ്വലയായിരുന്ന ദ്രൗപദി, ഒറ്റമുണ്ട് ഉടുത്തു നിൽക്കുന്ന ദ്രൗപദിയെ ആ കൗരവ സഭയിലേക്ക് പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് വരികയാണ് ദുഷ്ടനായ ദുശാസനൻ. ധൃതരാഷ്ട്രർ, ഭീഷ്മര്, വിതുരര്, കൗരവ പ്രമുഖര്, പാണ്ഡവരെല്ലാവരും നോക്കി ഇരിക്കുന്ന സമയത്ത് ആ സദസ്സിൽ വെച്ച് ഒറ്റമുണ്ട് ഉടുത്തു നിൽക്കുന്ന രജസ്വലയായ ദ്രൗപദിയെ കൗരവര് ആക്ഷേപിക്കുന്നു. പാണ്ഡവര് വീരന്മാരായ 5 ഭർത്താക്കന്മാരാണ് ദ്രൗപദിക്കുള്ളത്. എല്ലാവരും അപമാന ഭാരത്താൽ തല കുനിച്ച് ഇരിക്കുകയാണ്. ദ്രൗപദിയെ രക്ഷിക്കുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. ആ സമയത്ത് പീരീഡ്സ് ആയിരുന്നു ദ്രൗപദിക്ക്. ദ്രൗപദി ആരെയാണ് സഹായത്തിനായി വിളിച്ചത്? സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീകൃഷ്ണനെയാണ് സഹായത്തിനായി വിളിച്ചത്. ദ്രൗപദിയുടെ ഒറ്റ വിളിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടി വന്നു. ദ്രൗപദിക്ക് മാനം രക്ഷിക്കുന്നതിന് വേണ്ടി വസ്ത്രമാണ് ദാനം ചെയ്തത്. ഭഗവാന്റെ തൃക്കൈകൾ കൊണ്ട് ദ്രൗപദിയുടെ കൈകളിലേക്ക് ഭഗവാൻ വസ്ത്രം ദാനം ചെയ്തു അല്ലേ? ഭഗവാൻ കൊടുത്ത വസ്ത്രമാണ് ദ്രൗപദി ഉടുത്ത് മാനം മറച്ചത്. അവിടെ ഭഗവാന് ശുദ്ധവും അശുദ്ധവും ഉണ്ടായിരുന്നു. പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ വരില്ല, നീ എന്തിനെന്നെ വിളിച്ചു എന്ന് ഭഗവാൻ ചോദിച്ചോ? ഇല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൂടെ മുമ്പോട്ട് പോകരുത്. ശുദ്ധമായ വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോവുക. നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരം ഭാഗവതത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസിയാകണം, അന്ധവിശ്വാസി ആകരുത്. സ്ത്രീകൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന, വലിയ സ്ഥാനം കൽപ്പിച്ചിരുന്ന ഒരു മതമാണ് ഹിന്ദുമതം. പക്ഷേ പിന്നീട് വന്ന പല ആളുകളും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഹിന്ദുമതത്തെ ദുഷിപ്പിച്ചിരുന്നു. അതൊരു കാലഘട്ടമാണ്. അത് ഈശ്വരന്മാരുടെ കുറ്റമല്ല. ഈശ്വരന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളുടെ നേരെ ഒരു അനീതിയും ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് നല്ല സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ പിന്നീട് വന്ന പല ആളുകളും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദുമതത്തെ ഒരു ജീർണ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. പുറത്തുനിന്നും വന്ന ആളുകളൊന്നുമല്ല ഹിന്ദുമതത്തെ നവീകരിച്ചത്, നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് നിന്നുകൊണ്ട്, അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിന്നുകൊണ്ട് ദശമി, ഏകാദശി, മഹാദ്വാദശി ദിവസങ്ങളിൽ ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധ ഭക്ഷണങ്ങൾ കഴിച്ചും ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. പരമാവധി സമയം നാമം ജപിക്കുക. അതുപോലെ തന്നെ അതിരാവിലെയുള്ള പ്രാർത്ഥന, 3:30 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുവാൻ പലർക്കും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധി വരുത്തുക, കൈയും കാലും മുഖവും ഒക്കെ കഴുകുക, അതുപോലെ അടിവസ്ത്രങ്ങളൊക്കെ മാറ്റുക, പുതിയ അടിവസ്ത്രങ്ങളൊക്കെ ധരിക്കുക, പുതിയ ഉടുപ്പ്, അതായത് രാത്രി കിടന്നുറങ്ങിയ അതേ വേഷമല്ലാതെ പുതിയ വസ്ത്രം അത് ധരിക്കുക.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരശുദ്ധി വരുത്തി പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ ശരീരശുദ്ധിയും അതുപോലെ തന്നെ പുതിയ ആ ഒരു വസ്ത്രവും ഇട്ടുകൊണ്ട് അങ്ങനെ നമുക്ക് നാമം ജപിക്കാം. അല്ലാതെ തലയിലേക്ക് കോരി രാവിലെ വെള്ളം കോരി ഒഴിക്കണം, അങ്ങനെ ഒഴിച്ചാൽ പനി വരുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട അസുഖമുള്ള ആളുകൾ. പക്ഷെ നമ്മൾ കിടന്നുറങ്ങി ആ വസ്ത്രം ഒന്ന് മാറ്റിയിട്ട് ഇരുന്ന് ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുമെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. പലപ്പോഴും വീഡിയോ മുഴുവൻ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.